നമസ്കാരം. പിണറായി വിജയൻ എന്ന ഏകഛത്രാധിപതിയുടെ കീഴിൽ കമ്മ്യൂണിസ്റ്റ് എന്ന പാർട്ടി അടിമപ്പെട്ടു പോയ കാൽ നൂറ്റാണ്ടാണ് കേരള രാഷ്ട്രീയം കണ്ടത്. 15 വർഷക്കാലം പാർട്ടി സെക്രട്ടറിയായും പിന്നീട് ഇങ്ങോട്ടുള്ള രണ്ടാം മന്ത്രിസഭയിലെ 10ാം വർഷത്തിലേക്കും കടക്കുമ്പോൾ നീണ്ട 25 വർഷക്കാലം കമ്മ്യൂണിസ്റ്റ് എന്ന പാർട്ടിയെ അടക്കി ഭരിച്ച ഏകാധിപതിയായി സഖാവ് പിണറായി വിജയന്റെ പേര് എഴുതി ചേർക്കപ്പെടും. എന്നാൽ കമ്മ്യൂണിസം എന്ന ആശയത്തെ പിണറായിസം കൊണ്ട് തൂക്കിലേറ്റിയ അവസരവാദിയായ ഭരണാധികാരി കൂടിയാണ് പിണറായി വിജയൻ എന്നുകൂടി ഇതോടെ ജനം തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഈ സാഹചര്യത്തിൽ പിണറായി വിജയനെതിരായ ശബ്ദങ്ങൾ പാർട്ടിക്കുള്ളിൽ തന്നെ ഉയർന്നു തുടങ്ങി. ദിനം പ്രതി എന്നോണം പാർട്ടി ഘടകങ്ങളിൽ നടക്കുന്ന പൊട്ടിത്തെറികളും കാലുമാറ്റവുമെല്ലാം സൂചിപ്പിക്കുന്നത് അത് തന്നെയാണ്. ഈ സാഹചര്യത്തിൽ കൊല്ലം കരുനാഗപ്പള്ളിയിലെ CPM വിഭാഗീയത കയ്യാങ്കളിയിലേക്ക് നീളുന്നത് സംസ്ഥാന നേതൃത്വത്തിന് തലവേദനയാകുകയാണ്. സംസ്ഥാന സമ്മേളനം നടക്കേണ്ട ജില്ലയിൽ ലോക്കൽ സമ്മേളനങ്ങൾ അലങ്കോലപ്പെടുന്നതിൽ നേതൃത്വം കടുത്ത അതൃപ്തിയിലാണ്. കഴിഞ്ഞ ദിവസം നടന്ന കുലശേഖരപുരം നോർത്ത് ലോക്കൽ സമ്മേളനവും തർക്കത്തെ തുടർന്ന് അലങ്കോലപ്പെട്ടിരുന്നു. ലോക്കൽ കമ്മിറ്റിയിലേക്ക് തിരഞ്ഞെടുപ്പുണ്ടായതോടെയാണ് തർക്കം രൂക്ഷമായത്. CPM സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ പൂട്ടിയിട്ടതിലും നടപടി വേണമെന്ന ആവശ്യം ശക്തമാവുകയാണ്. ഇതോടെ CPM എന്ന പ്രസ്ഥാനത്തിൽ ഇനി ഞങ്ങളില്ല എന്നും പെണ്ണുപിടിയന്മാരെ പിടിച്ച് ഈ പ്രസ്ഥാനത്തിന്റെ തലപ്പ് തിരുത്തിയാൽ സഹിക്കാൻ കഴിയില്ല എന്നും സ്ത്രീ പ്രവർത്തകർ ആഞ്ഞടിച്ചു. വിഷയത്തിൽ പ്രതിഷേധം ശക്തമാകുകയാണ്. മുഖ്യമന്ത്രി പിണറായി വിജയനെ തെരുവിൽ തടയാൻ പോലും മടിയില്ല എന്ന തരത്തിലേക്കാണ് വനിതാ നേതാക്കളുടെ പ്രതികരണം. സമ്മേളനത്തിൽ പുതിയ നേതൃപാനൽ അവതരിപ്പിച്ചതിലെ എതിർപ്പാണ് പ്രതിഷേധത്തിന് ഇടയാക്കിയത്. P. ഉണ്ണി മാറിയപ്പോൾ HA സലാം സെക്രട്ടറിയായത് ഗോവിന്ദച്ചാമിക്ക് പകരം അമീറുൽ ഇസ്ലാം വന്നതിന് സമമാണ് എന്ന പ്ലക്കാർഡുകളും ഏന്തിക്കൊണ്ടാണ് പ്രവർത്തകർ നിരത്തിലിറങ്ങിയത്. CPM ജില്ലാ കമ്മിറ്റി അംഗമായ PR വസന്തിനെതിരെയും പ്ലക്കാർഡുകളുണ്ട്. അഴിമതിക്കാരായവരെ പാർട്ടിയുടെ നേതൃത്വത്തിൽ നിന്ന് മാറ്റണമെന്ന ആവശ്യം ഉയർത്തിക്കൊണ്ടാണ് പ്രതിഷേധം. കരുനാഗപ്പള്ളിയിലെ പാർട്ടിയിൽ ഒന്നാകെ അഴിമതിയുടെ കൂത്തരങ്ങായി മാറിയിട്ടുണ്ട് എന്നും പണവും സമ്പത്തും ബാറുമുള്ളവരൊക്കെയാണ് കരുനാഗപ്പള്ളിയിൽ പാർട്ടിയെ നിയന്ത്രിക്കുന്നത് എന്നും ഇത് പാവങ്ങളുടെ പ്രസ്ഥാനമാണ് എന്നും പ്രവർത്തകർ പറഞ്ഞു. പുതിയ നേതൃനിരയിലുള്ളവർക്കെതിരെ നിരവധി പരാതികൾ നേതൃത്വത്തിന് നൽകിയിട്ടുണ്ട് എങ്കിലും അത് ചെവിക്കൊണ്ടിട്ടില്ല എന്നും ഏകപക്ഷീയമായ തീരുമാനമാണ് ഉണ്ടായിരിക്കുന്നത് എന്നും പ്രതിഷേധക്കാർ ആരോപിക്കുന്നു. പ്ലക്കാർഡുകളുമായി എത്തിയ പ്രവർത്തകരെ കരുനാഗപ്പള്ളി CPM ഏരിയ കമ്മിറ്റി ഓഫീസിന് മുന്നിൽ പോലീസ് തടഞ്ഞു. കരുനാഗപ്പള്ളി ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് CPM പ്രവർത്തകർ പ്രതിഷേധ പ്രകടനം നടത്തി. പാർട്ടി നേതൃത്വത്തിനെതിരെ പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടു. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാനാണ് പാർട്ടി സംസ്ഥാന നേതൃത്വത്തിന്റെ തീരുമാനം. വിഷയം CPIM കൊല്ലം ജില്ലാ സെക്രട്ടേറിയറ്റ് ചർച്ച ചെയ്യുകയാണ്. കരുനാഗപ്പള്ളി കുലശേഖരപുരം CPM ലോക്കൽ സമ്മേളനത്തിലാണ് നേതൃത്വത്തെ പോലും ഞെട്ടിച്ചുകൊണ്ടുള്ള തെരുവ് യുദ്ധം നടന്നത്. സമ്മേളനത്തെ നിരീക്ഷിക്കാനെത്തിയ സംസ്ഥാന കമ്മിറ്റി അംഗങ്ങളെ ഉൾപ്പെടെ പൂട്ടിയിട്ടിരുന്നു. പ്രവർത്തകരുടെ പ്രതിഷേധം ഏകപക്ഷീയമായി. ലോക്കൽ സെക്രട്ടറി ഉൾപ്പെടെയുള്ളവരെ തീരുമാനിച്ചതിനെ തുടർന്നാണ് സംഘർഷമുണ്ടായത്. സംഭവത്തിൽ CPM സംസ്ഥാന നേതൃത്വം കടുത്ത അതൃപ്തി രേഖപ്പെടുത്തി. പ്രശ്നം പരിഹരിക്കുന്നതിൽ ചുമതലക്കാരായ CPM സംസ്ഥാന കമ്മിറ്റി അംഗങ്ങൾക്ക് കഴിയാതെ പോയി എന്നാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. സംസ്ഥാന നേതാക്കളെ അടക്കം പൂട്ടിയിട്ടതിൽ ഉടൻ തന്നെ സംഘടനാപരമായ നടപടി ഉണ്ടായേക്കും. പ്രശ്നമുണ്ടാക്കിയത് പുറത്തുനിന്നെത്തിയവരാണ് എന്ന് ലോക്കൽ സെക്രട്ടറി HA സലാം പറഞ്ഞു. അതേസമയം ആലപ്പാട് ലോക്കൽ സമ്മേളനത്തിലും നേതൃത്വത്തിന് നേരെ പ്രവർത്തകർ രംഗത്തു വന്നു. സംസ്ഥാന കമ്മിറ്റി അംഗം K. വരദരാജനും J. മേഴ്സിക്കുട്ടിയമ്മയും പങ്കെടുത്ത ലോക്കൽ സമ്മേളനത്തിലാണ് പ്രതിഷേധമുണ്ടായത്. CPM നേതൃത്വത്തിനെതിരെ പോസ്റ്ററും കരുനാഗപ്പള്ളിയിൽ പ്രത്യക്ഷപ്പെട്ടു. പാർട്ടി നേതൃത്വം കുറവ സംഘമെന്നായിരുന്നു വിമർശനം. സേവ് CPMന്റെ പേരിലാണ് പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടത്. ഇതിനിടയിലാണ് കരുനാഗപ്പള്ളിയിൽ ഒരു വിഭാഗം CPM പ്രവർത്തകർ ഏരിയ കമ്മിറ്റി ഓഫീസിലേക്ക് പ്രതിഷേധ പ്രകടനം നടത്തിയത്. പ്രവർത്തകരുടെ തുടർച്ചയായ പരസ്യ പ്രതിഷേധം എങ്ങനെ നേരിടുമെന്നറിയാത്ത അവസ്ഥയിലാണ് CPM. സംസ്ഥാന സമ്മേളനം കൊല്ലത്ത് നടക്കാൻ മാസങ്ങൾ മാത്രം ബാക്കി നിൽക്കെയാണ് പ്രശ്നപരിഹാരത്തിന് വേണ്ടി സംസ്ഥാന നേതൃത്വം നേരിട്ട് ഇടപെടാനുള്ള സാധ്യത ഉയരുന്നത്. എന്തായാലും പാർട്ടിയെ ഭരിച്ചു മുടിപ്പിച്ച് കമ്മ്യൂണിസം എന്ന ആശയം തന്നെ ജനങ്ങളിൽ വെറുപ്പുളവാക്കുന്ന രീതിയിലേക്ക് മാറ്റിയ പിണറായി വിജയന്റെ ഭരണത്തിൽ
അവസാനം അണികൾ നിരത്തിലിറങ്ങി നേതാക്കളെ കൈകാര്യം ചെയ്യുമെന്ന രീതിയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. അത്തരമൊരവസ്ഥ വന്നാൽ തലപ്പത്തിരിക്കുന്ന മുഖ്യമന്ത്രി ചികിത്സാർത്ഥം അമേരിക്കയിലേക്ക് പറക്കും. താഴെയിരുന്ന് മുഖ്യമന്ത്രിക്ക് ജയ് വിളിച്ചുകൊണ്ട് വാലാട്ടുന്ന നേതാക്കൾ അണികളുടെ ശത്രുപക്ഷത്തുമാകും.